ഗോപി ചേട്ടനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞു തുടങ്ങിയതിന് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു. അതാണ് സംഭവിച്ചത്. സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ, കാരണം സുരേഷ് ചേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം സുരേഷ് ചേട്ടൻ തന്നെ ഞാൻ സുരേഷ് ചേട്ടൻ പണ്ട് യോഗ ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടൻ നല്ലോണം യോഗയൊക്കെ ചെയ്യും. അപ്പം ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ ആദ്യം കാണാൻ അവന് റീജൻറ്റിൽ വെച്ചാണ്. മധുബാലകൃഷ്ണൻ ചേട്ടനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം സുരേഷ് ചേട്ടൻ എന്നോട് ഇങ്ങനെ കുറേ നല്ല വാല്യുബിൾ പോയിന്റ്സ് പറഞ്ഞു തന്നിരുന്നു, സ്ട്രെങ്ത്തിനെ കുറിച്ച്, ഫിറ്റ്നസിനെ കുറിച്ചെല്ലാം. അപ്പോൾ അങ്ങനെയാണ് സുരേഷ് ചേട്ടൻ. പിന്നെ സുരേഷ് ചേട്ടൻ്റെ സിനിമയുടെ ഫാനല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ ഇപ്പോഴാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭത്തിനെല്ലാം നല്ല സപ്പോർട്ടോടു കൂടി പുള്ളി എന്നെയും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല സുരേഷ് ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലെ ഒരു വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ സുരേഷ് ചേട്ടനുണ്ട്. ഞാൻ അങ്ങനെ എന്താ പറയണേ, ഞാൻ ജയസൂരി ചേട്ടനെ ഇടയ്ക്ക് കാണാറുണ്ട്. ജയസൂരി ചേട്ടൻ വളരെയധികം നല്ല നല്ല ഡീസൻറ്റ് പോയിന്റ്സ് 2006 ക്രിക്കറ്റ് കളിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഫോൺ, പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും വല്ലപ്പോഴും നമ്മുടെ ഫംഗ്ഷനൊക്കെ എൻ്റെ കൊച്ചുണ്ടായപ്പോൾ അങ്ങനത്തെ ചെറിയൊരു ഞാൻ കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന, അവരൊക്കെ സൂപ്പർ താരങ്ങളാണ്, അവരൊക്കെ അതിൻ്റേതായ ബിസി ഷെഡ്യൂളിലുള്ളവരാണ്. ഞാനിപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്നവർ എൻ്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരും എൻ്റെ ക്രിക്കറ്റിലുള്ള കുറച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമല്ല, നമ്മുടെ ലോക്കൽ ക്ലബ്ബിൽ കളിക്കുന്നവരും ടെന്നീസ് ബോൾ കളിക്കുന്നവരും, അവരൊക്കെയാണ് ഇപ്പോഴും എൻ്റെ